Happy New Year! Thank you all for watching my channel. എൻ്റെ വീഡിയോ കാണുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോ കാസർഗോഡ്, അതായത് ചെങ്കള മുതൽ തൽപ്പാടി വരെയുള്ള കാസർഗോഡ് ടൗണിൽ കൂടി കടന്നു പോകുന്ന NH66-ൻ്റെ വൈഡനിങ്ങിൻ്റെ കുറച്ച് വിഷ്വൽസാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കാസർഗോഡാണ് തെക്കേ ഇന്ത്യയിൽ ആദ്യത്തെ ഒറ്റത്തൂണിൽ 6 വരി പാത പണിയുന്നത്. നമുക്കിവിടെ ആ ഫ്ലൈ ഓവർ കാണാം. അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് കാസർഗോഡിൽ നിന്ന് തലപ്പാടി വരെ ഒന്ന് ഡ്രൈവ് ചെയ്യുകയാണ്. വഴിക്കുള്ള എല്ലാ വിഷ്വൽസും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസാണ്. കുറേയധികം റോഡുകളുടെ പണി കഴിഞ്ഞു. ഇനി കുറച്ച് ബ്രിഡ്ജുകളും ഈ കാസർഗോഡുള്ള ഈ ഫ്ലൈ ഓവറുമാണ് ബാക്കിയായിട്ടുള്ള പ്രധാനപ്പെട്ട വർക്കുകൾ. മിക്കവാറും സ്ഥലത്ത് റോഡുകൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. 6 വരി പാത തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഡ്രൈവ് ചെയ്യാം. ഇതാണ് കാസർഗോഡ് ടൗൺ. ഇതാണ് ഒറ്റത്തൂണിലുള്ള 6 വരി പാതയുടെ കോൺക്രീറ്റിംഗ് കഴിഞ്ഞ കുറച്ച് വിഷ്വൽസ്. ഇതൊരു വണ്ടർഫുൾ പ്രൊജക്റ്റാണ്. ഒന്നിടവിട്ടുള്ള തൂണുകളിലാണ് അവർ കോൺക്രീറ്റ് ചെയ്യുന്നത്. കോൺക്രീറ്റ് ട്രക്കിനൊക്കെ വരാനുള്ള സൗകര്യം കൊണ്ടായിരിക്കാം. വാവ്! ഇതാണ് കരണ്ടക്കാട് ജംഗ്ഷൻ. ഇവിടം വരെയാണ് ഈ ഫ്ലൈ ഓവർ നീണ്ടു കിടക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെയാണ് കാസർഗോട്ടെ പ്രശസ്തമായ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. 1916 ഇവിടെ സ്ഥാപിച്ചത്. ഇവിടെയൊക്കെ ഒരു സൈഡിൽ ശരിക്കും 3 വരി തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ, അതായത് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് പോകുമ്പോൾ, തലപ്പാടിയിലേക്ക് പോകുമ്പോൾ ഈ സൈഡ് ഇപ്പോഴും സർവീസ് റോഡിൽ കൂടെയാണ് യാത്ര. പക്ഷെ തിരിച്ചു വരുമ്പോൾ പല സ്ഥലത്തും മെയിൻ റോഡ് തന്നെ നമുക്ക് തുറന്നു കിട്ടിയിട്ടുണ്ട്. ചൗക്കി ജംഗ്ഷൻ, ഇവിടുത്തെ അണ്ടർ ബ്രിഡ്ജാണിത്. ഇവിടെ കാണാം 6 വരി പാതയും വണ്ടികൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. പക്ഷെ ഫൈനൽ കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും കുറേ സ്ഥലങ്ങളിൽ ഇവിടെ റോഡ് പണി ഏകദേശം കഴിഞ്ഞ മട്ടാണ്. കാര്യമായിട്ട് ഇനി ബാക്കിയുള്ളത് ബ്രിഡ്ജുകളുടെയും അണ്ടർ ബ്രിഡ്ജുകളുടെയൊക്കെ വർക്കാണ്. പിന്നെ കാസർഗോട്ടെ ആ വലിയ ഒറ്റത്തൂൺ 6 വരി ഫ്ലൈ ഓവറും ബാക്കിയായിട്ടുള്ള തീരാനുള്ള വർക്കാണ്. മോഗ്രാൽ പുത്തൂർ അണ്ടർ ബ്രിഡ്ജ്.
വർക്ക് നടക്കുന്നുണ്ടെങ്കിലും കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് വലിയ വിഷമമില്ലാതെ നമുക്ക് ഇപ്പോൾ എത്താൻ പറ്റും. മോഗ്രാൽ പാലം, ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ചെയ്യുന്നത് ഒരു സൈഡിൽ ഒരു 3 വരി പാലം പണിതതിന് ശേഷം അത് തുറന്നു കൊടുക്കും. എന്നിട്ട് പഴയ പാലം ഉള്ള സ്ഥലത്ത് വേറൊരു 3 വരി പുതിയ പാലം പണിയുകയാണ് അവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു പാലം പണി കഴിഞ്ഞതായിട്ട് ഞാൻ കണ്ടു. മോഗ്രാൽ പെരാൽ റോഡ് അണ്ടർ ബ്രിഡ്ജ്. ഇവിടെ NH-ൽ ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് തൊട്ടിട്ടാണ് കുംബ്ല റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള ആക്സസിന് വേണ്ടിയാണ് ഈ ഓവർ ബ്രിഡ്ജ് ഇവിടെ NH-ൽ പണിയുന്നത്. റെയിൽവേ സ്റ്റേഷൻ എവിടെയുണ്ടെങ്കിലും ഫുൾ ആക്സസ് കൊടുക്കുന്നുണ്ട്. മാഹിയിൽ കാണാം, മാഹി ബൈപ്പാസിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 അണ്ടർ ബ്രിഡ്ജാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതാണ് കുംബ്ല ജംഗ്ഷൻ. ഇവിടെയൊക്കെ മെയിൻ റോഡ് തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് നിന്നും മംഗലാപുരത്തേക്ക് നമുക്കൊരു 50 മിനിറ്റ് കൊണ്ടൊക്കെ എത്താൻ പറ്റും. അത് 1.5 മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഒരു 6 മാസം മുന്നേ വർക്ക് നടക്കുമ്പോൾ. ഇപ്പോൾ മിക്കവാറും എല്ലാ സ്ഥലത്തും റോഡ് തുറന്നു കൊടുത്തതിനാൽ ഒരു 50 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഇപ്പോൾ മംഗലാപുരത്തെത്താം. കുംബ്ല ബ്രിഡ്ജ് ഇതിൻ്റെ കാണാം, ഒരു സൈഡ് പണി കഴിഞ്ഞു, 3 വരി പാത. അപ്പുറത്തെ അവർ 3 വരിയുള്ള മറ്റൊരു പാലം പണിയുകയാണ്. അപ്പുറമായിരുന്നു തോന്നുന്നു ആ പഴയ പാലം ഉണ്ടായിരുന്നത്. അരിക്കാടി പുത്തിക റോഡ് അണ്ടർ ബ്രിഡ്ജ്. ഇവിടെ നമുക്ക് ഷെരിയ ബ്രിഡ്ജിൻ്റെ ഗ്രിഡേഴ്സ് റെഡിയായി കിടക്കുന്നത് കാണാം. അതൊക്കെ ലിഫ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഗാൻഡ്രി ക്രെയിനും ഇവിടെ കിടക്കുന്നത് നമുക്ക് കാണാം. ഷെരിയ ബ്രിഡ്ജിൻ്റെ പണിയാൻ വേണ്ടി ഫിറ്റ് ചെയ്തിരിക്കുന്ന ഗാൻഡ്രി ക്രെയിൻ. ഇവിടെയൊക്കെ നമുക്ക് കാണാം 6 ലൈൻ റോഡ് വർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്.
Bandiod town. കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ ഇതുവഴി മംഗലാപുരത്തെത്താം. കൈക്കാമ്പ ടൗൺ. ഉപ്പള ടൗൺ ആണ് നമ്മൾ എത്താൻ പോകുന്നത്. അവിടെ വലിയൊരു ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നുണ്ട്. അതിൻ്റെ ഗിഡേഴ്സൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാണാം. അതിൻ്റെയൊക്കെ പണി തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഉപ്പള ടൗൺ. പില്ലറുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കാണാം. നമ്മൾ ഉപ്പള ബ്രിഡ്ജിലെത്തി. ഇവിടെയും മറ്റേ സൈഡിലെ 3 വരി ബ്രിഡ്ജിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിവിടെ കാണാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പുതിയ ബ്രിഡ്ജ് പണിയുന്നത്. ഒരു 2 വർഷം മുന്നേ ന്യൂസ് പേപ്പറിൽ വന്ന റിപ്പോർട്ട് പ്രകാരം 39 കിലോമീറ്ററാണ് ചെങ്കള മുതൽ തലപ്പാടി വരെയുള്ള NH66 എക്സ്പാൻഷൻ്റെ നീളം. 1704 കോടിയാണ് ഈ പ്രൊജക്റ്റിൻ്റെ വാല്യൂ. ആണ് അന്ന് എഴുതിയ ഇതിൻ്റെ കംപ്ലീഷൻ ഡേറ്റ്. അത് മാറിയോ എന്ന് എനിക്കറിയില്ല. ഹൊസൻഗാഡി ടൗൺ. ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ കാഴ്ച കാണുന്നത് ഞാനിവിടെ എവിടെയും കാണാത്തതാണ്. അതായത് സ്ട്രീറ്റ് ലൈറ്റുകൾ. മാഹി ബൈപ്പാസിലൊന്നും ഇങ്ങനെ സ്ട്രീറ്റ് ലൈറ്റുകളെ കണ്ടില്ല. ഇവിടെ നല്ല ഭംഗിയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് കാണുന്നുണ്ട്. നമുക്ക് കാണാം. ഒരു സൈഡിൽ 2 സൈഡിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡിൽ കയറിയാൽ ഓൾമോസ്റ്റ് 6 കിലോമീറ്റേഴ്സ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോകാം. വേറെ ഡൈവേർഷനൊന്നുമില്ല. ഇവിടെ നിന്ന് ഓൾമോസ്റ്റ് ബോർഡർ വരെ പണി കഴിഞ്ഞിരിക്കുകയാണ്. 2 സൈഡും തുറന്നു കൊടുത്തിരിക്കുകയാണ്. 6 ലൈൻസും തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിർത്തിയിലെ ടോൾ ഗേറ്റ് വരെ നമുക്ക് കത്തിച്ച് പോകാം. വാവ്! ഇവിടെയൊക്കെ സ്ട്രീറ്റ് ലൈറ്റുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വാവ്! അടിച്ചു പോകാം നമുക്ക്. Beautiful.
നമ്മൾ ഓൾമോസ്റ്റ് കേരള ബോർഡറിൽ എത്തി. അവിടെ ദൂരെ നമുക്ക് ടോൾ ഗേറ്റിൻ്റെ ബോർഡ് കാണാം. ഇതാണ് കേരള ബോർഡർ. ഇതാണ് തലപ്പാടി ടോൾ പ്ലാസ. വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഡു വാച്ച് മൈ ചാനൽ. നല്ല നല്ല വീഡിയോകളുമായി ഞാൻ വീണ്ടും വരാം.